ഹായ് നമസ്തേ നമസ്കാരം. ഇന്ന് നല്ല മഴയുള്ളപ്പോൾ കുടിക്കാൻ പറ്റിയൊരു ഹെൽത്തി സൂപ്പിൻ്റെ റെസിപ്പിയാണ് അമ്മ നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഒരു ടൊമാറ്റോ സൂപ്പ്. പിന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്നും മാക്സിമം സപ്പോർട്ട് കിട്ടുക. ഓക്കെ, സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാതെയാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അമ്മയുടെ റിഫ്രഷിംഗ് ടൊമാറ്റോ സൂപ്പ് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ മടങ്ങി വരാം. ഒരു പാനിലേക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിരുന്നു. വെള്ളം വെട്ടി തിളച്ച് വന്നാൽ അതിലോട്ട് ഒരു 7 ടൊമാറ്റോ നല്ല പഴുത്ത റെഡ് കളറുള്ളത് നോക്കി വേണം ടൊമാറ്റോ എടുക്കാനായിട്ട്. അത് ചേർത്ത് കൊടുക്കാം. ഇതിനി അടച്ചു വെച്ച് ഒരു 5 തൊട്ട് 7 മിനിറ്റ് വരെ ഒന്ന് നമുക്ക് കുക്കാക്കി എടുക്കണം. ഒന്ന് തുറന്ന് നോക്കാം. ടൊമാറ്റോ ഒക്കെ നന്നായി വെന്തിട്ടുണ്ട്. കണ്ടില്ല, അതിൻ്റെ പുറത്തെ സ്കിന്നൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. ടൊമാറ്റോ വെന്ത വെള്ളവും നമുക്ക് മാറ്റി വെക്കാം. ആ ടൊമാറ്റോയുടെ പുറത്തെ തൊലിയൊക്കെ ഇതുപോലെ മാറ്റിയെടുക്കാം. നൈഫ് കൊണ്ട് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ഇതിനെ നമുക്ക് മാറ്റി ഒന്ന് ആറാനായിട്ട് വെക്കാം. ഇനി ഒരു ഫ്രൈ പാനിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒലീവ് ഓയിൽ ഉപയോഗിക്കാം. അതിലോട്ട് ഒരു വലിയ സവോള വളരെ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ വെറ്റ് ജാറിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത ടൊമാറ്റോ നന്നായി ആറിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ ആ വഴറ്റിയെടുത്ത ഉള്ളിയും കൂടി നമുക്ക് ചേർക്കാം. ഇനി ആ ജാറടച്ച് നല്ല ഫൈനായിട്ട് തന്നെ ഇത് അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് സീവ് ചെയ്തെടുക്കാം. ഇതിനി കുറച്ചും കൂടി ഒരു ഫൈനായ സീവിൽ കൂടി ഒന്നുകൂടി ഒന്ന് അരിച്ചെടുക്കാം. ഇതിപ്പോൾ ഒട്ടും തന്നെ ചങ്ക്സ് ഇല്ലാതെ നല്ല ക്ലിയർ ജ്യൂസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ ആ ബട്ടർ കരിയാതിരിക്കാനായിട്ട് 1 ടീസ്പൂൺ ഓയിൽ കൂടി ചേർക്കാം. ബട്ടർ ചൂടായി കഴിഞ്ഞാൽ ഒരു 7 വെളുത്തുള്ളി അല്ലി ഇതുപോലെ ചോപ്പ് ചെയ്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. വലിയ ബേ ലീഫ് ഒന്ന് മുറിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് നല്ലൊരു മണം പുറത്തേക്ക് വരണം. വെളുത്തുള്ളി മൂത്ത് നല്ലൊരു മണം വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോയുടെ ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇവിടെ ഞാനിപ്പോൾ കുറച്ചും കൂടി ഒന്ന് ലൂസാക്കാനായിട്ട് നമ്മൾ ആ ടൊമാറ്റോ വേവിച്ച വെള്ളം മാറ്റി വെച്ചിട്ടില്ലേ, അതിൽ നിന്നും ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. സൂപ്പെന്ന് പറയുമ്പം ചിലർക്ക് നല്ല തിക്കായിട്ടുള്ള സൂപ്പായിരിക്കും ഇഷ്ടം, ചിലർക്ക് തിന്നായിട്ടുള്ള നല്ല ക്ലിയർ സൂപ്പായിരിക്കും ഇഷ്ടം. ഈ ഒരു സൂപ്പ് കുറച്ചും കൂടി തിക്കായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കോൺഫ്ലവർ ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി കുറുകിയ ഒരു പരുവത്തിൽ കിട്ടും. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പെർഫെക്റ്റ് ആണ്. അപ്പോൾ ടൊമാറ്റോ സൂപ്പ് എന്ന് പറയുമ്പോൾ ഈ ഒരു പരുവത്തിലാണെങ്കിലാണ് അത് കുറച്ചും കൂടി കുടിക്കാനായിട്ട് നല്ലൊരു സുഖം, നല്ല ക്ലിയർ ആയിട്ട്. അതുകൊണ്ടാണ് ഞാൻ 2 പ്രാവശ്യം അത് അരിച്ചെടുത്തത്. കുറച്ചും കൂടി ഒന്ന് തിളച്ച് വറ്റി വരട്ടെ. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി വീണ്ടും ഒന്നും കൂടി സീവിൽ കൂടി ഒന്ന് അരിച്ചെടുക്കണം. ഇപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ബേ ലീഫും ആ ഗാർലിക്കും എല്ലാം മാറിക്കിട്ടണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല സ്മൂത്തായിട്ടത് കുടിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലോട്ട് 1 ടീസ്പൂൺ ബട്ടറും കൂടി ഫൈനലായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിന് നല്ല ചൂടോടുകൂടി വേണം സെർവ് ചെയ്യാൻ കേട്ടോ. ഇപ്പോൾ സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് ക്രൂട്ടൺസ് കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം. ക്രൂട്ടൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ബ്രെഡിനെ ഒന്നുകൂടെ റീബേക്ക് ചെയ്ത് നമ്മൾ എടുക്കുന്നതാണ്. ഞാൻ മൈക്രോവേവ് വെച്ച് ഒന്ന് ടോസ്റ്റ് ചെയ്തതാണ്, ബട്ടറൊക്കെ സ്പ്രെഡ് ചെയ്ത ശേഷം. ഇനി അതിൻ്റെ സൈഡ്സൊക്കെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ ക്രൂട്ടൺസ് റെഡിയാക്കിയാൽ നമുക്ക് സാലഡ്സിലും സൂപ്പിലും ഒക്കെ നല്ലൊരു അക്കമ്പനിമെൻ്റ് ആയിരിക്കും. കുറച്ച് നീളത്തിൽ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഡിപ്പ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. എന്തായാലും ഈ ഒരു മൺസൂൺ സീസണിലേക്ക് പറ്റിയ ഒരു ഹെൽത്തി സൂപ്പാണിത്. വളരെ ടേസ്റ്റിയാണ്, സിമ്പിൾ റെസിപ്പിയാണ്. തീർച്ചയായും നിങ്ങളിത് വീട്ടിലുണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായോ? മറക്കാതെ തന്നെ കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് വരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് എഴുതിയിട്ട് പോകണം കേട്ടോ.
എൻ്റെ അമ്മയുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഒപ്പം തന്നെ കറി വിത്ത് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു റെസിപ്പിയുമായി എത്തും. അതുവരേക്കും നന്ദി. ഗുഡ് ബൈ.